ഹലോ, എല്ലാവർക്കും നമസ്കാരം. വാച്ചുകളെക്കുറിച്ച് റിയലായും പ്രാക്ടിക്കലായും സംസാരിക്കുന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ചെറിയൊരു ഇടവേള എടുത്തിട്ടാണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ ഒരുപാട് അടിപൊളി വാച്ചുകളുടെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ ഇപ്പം UAE കുറച്ച് വാറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. സോ ഐ തോട്ട് നമുക്ക് തിരിച്ച് യൂട്യൂബിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ തിരിച്ചു വരാനിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നോ രണ്ടോ വാച്ചുകളല്ല, ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ ഒരുപാട് വാച്ചുകൾ നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വാച്ചുകളായിട്ട് നമുക്കിങ്ങനെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതായിരിക്കും വിത്ത് അൺബോക്സിങ്. പക്ഷേ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ അമേസിങ് ആയിട്ടുള്ളൊരു, ഓൾറെഡി ആ വാച്ച് കൂളാണ്, പക്ഷേ ഈ ഒരു കൊളാബറേഷൻ മോഡലിൻ്റെ കൂടെ വന്നതിന് ശേഷം ആ ഒരു വാച്ച് പറഞ്ഞറിയാൻ വയ്യാത്തൊരു സന്തോഷം എനിക്ക് ആ വാച്ചിനെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ട്. ഞാൻ തീരെ സ്ക്രിപ്റ്റൊന്നും ചെയ്തിട്ടില്ല, വളരെ ഫ്ലോലെസ് ആയിട്ട് പറയാമെന്നുള്ളൊരു രീതിയിൽ വന്നിരിക്കുകയാണ്. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, എൻ്റെ പേര് നിതിൻ, ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ്. വെൽക്കം ബാക്ക് ടു വാച്ച് കൾച്ചർ ബൈ നിതിൻ. ആൻഡ് വാച്ചുകളെക്കുറിച്ച് റിയലായും പ്രാക്ടിക്കലായും മാത്രം സംസാരിക്കുന്ന ഒരു ചാനലാണിത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഈ വാച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, ഈ വാച്ച് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം അൺബോക്സ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ഹൈലൈറ്റ് കിട്ടുള്ളൂ. സോ എൻ്റെ കയ്യിലുള്ളത് ഒരു കൊക്കോകോളയുടെ ബോട്ടിലാണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിൽ ആയിട്ടുള്ള ക്ലാസിക് ഡിസൈനിലുള്ള കൊക്കോകോളയുടെ ബോട്ടിലാണ്. സോ ഈ ബോട്ടിലുമായിട്ട് അല്ലെങ്കിൽ ഈ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൊളാബറേഷൻ മോഡലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. സോ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. വളരെ തോട്ട്ഫുള്ളായിട്ടാണ് കാസിയോ ഇത്തവണ ഈ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് ഈ ഒരു പാക്കേജിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി നിങ്ങൾ ഈ കാണുന്ന ഇത് ഒരു ക്ലാസിക് വെൻഡിങ് മെഷീനാണ് കൊക്കോകോളയുടെ. എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള, അതായത് 140th ആനിവേഴ്സറിയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് മേ ബി ഇമാജിൻ ചെയ്യാം, ഒരു 90 years മുമ്പുള്ള ഒരു വെൻഡിങ് മെഷീനൊക്കെ ആയേക്കാം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ്സ് വെരി ക്ലാസിക് ഡിസൈൻ. മോഡേൺ വെൻഡിങ് മെഷീൻസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ക്ലാസിക് ഡിസൈൻ, വെൻഡിങ് മെഷീൻ്റെ ഡിസൈനിലാണ് ഈ വാച്ചിൻ്റെ ബോക്സ് തന്നെ കാസിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഫ്രണ്ടിൽ നമുക്ക് കൊക്കോകോളയുടെ വെൻഡിങ് മെഷീൻ്റെ ഫ്രണ്ട് ഡിസൈൻ കാണാൻ പറ്റും. സൈഡിൽ G-Shock എന്ന് നല്ല ബിഗ് ബോൾഡ് ഫോൺസിൽ ആ ലോഗോ എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വീണ്ടും കൊക്കോകോളയുടെ ബ്രാൻഡിങ്ങും വെൻഡിങ് മെഷീൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഓവറോൾ ഇത് ഒരു കൊക്കോകോള വാച്ചാണ്. കൊക്കോകോളയുടെ ലോഗോയും ബ്രാൻഡിങ്ങും ആണ് ഈ വാച്ചിൽ കൂടുതൽ കമ്പയർ ടു കാസിയോ അല്ലെങ്കിൽ G-Shock. സൈഡിൽ കൊക്കോകോള എന്നുള്ള ഈ ഒരു ലോഗോയും അവരുടെ തന്നെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. സോ വൺ സൈഡ് G-Shock, അനദർ സൈഡ് കൊക്കോകോള ആൻഡ് ദ വെൻഡിങ് മെഷീൻ. ഇനി നമുക്ക് വാച്ചിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യാം. വീണ്ടും കൊക്കോകോള ആൻഡ് G-Shock ബ്രാൻഡിങ്. അതിനകത്ത് ഒരു പ്ലാസ്റ്റിക് കവറിങ്ങിലാണ് വാച്ച് കൊടുത്തിരിക്കുന്നത്. വാച്ച് പുറത്തേക്ക് എടുക്കാം. വാച്ച് അവിടെ ഇരിക്കട്ടെ. ബോക്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെയുള്ള ഒരു സൈഡ് ഹോളിലായിട്ട് വളരെ ക്ലെവറായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ യൂസർ മാനുവൽ, മൊഡ്യൂൾ 5611 ആണ്. കൂടാതെ അതിൻ്റെ G-Shockൻ്റെ വാറണ്ടി കാർഡും മറ്റുള്ള പേപ്പർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വെരി നൈസ്. അതങ്ങോട്ട് പോട്ടെ. നമുക്ക് മെയിൻ സ്റ്റാർ ആയിട്ടുള്ള വാച്ചിലേക്ക് കിടക്കാം. വാവ്, എനിക്ക് സത്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഹാപ്പിനെസ്സാണ് ഈ വാച്ച് കാണുമ്പോൾ. എനിവേസ് നിങ്ങൾക്കറിയാം, ഇത് കാഷിയോ ഓക്കാണ്. GA2100 എല്ലാം ഈ കാഷിയോ ഓക്കിൻ്റെ ഡിസൈൻ തന്നെ, അതായത് ഒഡമ പിഗേറ്റിൻ്റെ
ഒക്ടഗോണൽ ബെസൽ ഡിസൈനൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ സ്നേഹത്തോടു കൂടെ കാഷിയോക്ക് എന്നതിനെ വിളിക്കും. പക്ഷേ ഈ ഒരു വാച്ച് കൊക്കോകോളയുടെ ബ്രാൻഡിങ്ങും എല്ലാം കൂടെ കൊടുത്തിട്ട് ആകെ മൊത്തം ഒരു വേറൊരു ലെവലാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ലൂസൻറ്റ് ഗ്രീൻ കളറാണ് ഈ വാച്ചിൻ്റെ ബെസലിനും അതുപോലെ സ്ട്രാപ്പിനും കൊടുത്തിരിക്കുന്നത്. ബയോ റെസിനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കൊക്കോകോള എന്നുള്ള കാര്യം, ഇത് കൊക്കോകോള വാച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വാച്ചിൻ്റെ അകത്ത് പല സ്ഥലത്തും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ ബെസലിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ലോഗോയും കൊക്കോകോള എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഡേറ്റ് മാർക്കിംഗ്, അതായത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അത് കൊടുത്തിരിക്കുന്നത് ഒരു കൊക്കോകോള ബോട്ടിലിൻ്റെ ഡിസൈനിലാണ്. മാത്രമല്ല ഇതിൻ്റെ ബെസലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആ ലോഗോയുടെ താഴെ ബെസലിൻ്റെ സർഫസിൽ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതൊരു എന്താ പറയുക, കൊക്കോകോളയുടെ ഫിസ്, നമ്മുടെ ഈ നുരയും പതയൊക്കെ വരുമല്ലോ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫിസിൻ്റെ ടെക്സ്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊക്കോകോളയുടെ ബോട്ടിലിൻ്റെ ഷേപ്പിൽ ഈ സ്ട്രാപ്പിൽ നമ്മൾ എന്താ പറയുക, സ്ട്രാപ്പിന് ടൈറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനും കൊക്കോകോളയുടെ ബോട്ടിലിൻ്റെ ഷേപ്പാണ്. ഈ ബോട്ടിലിൻ്റെ ഷേപ്പാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് സൂം ഔട്ട് ചെയ്യാം. കൂടാതെ ഇതിൻ്റെ ബാക്ക് സൈഡിലും കേസിൻ്റെ ബാക്കിലും കൊക്കോകോള എന്നുള്ള ഒരു എൻഗ്രേവിങ്, കൊക്കോകോള ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ എൻഗ്രേവിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഓവറോൾ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ഡിസൈനാണ്. ഒന്നും പറയാനില്ല, കാരണം അത്രയ്ക്ക് ഹെവിലി ഡീറ്റെയിൽഡ് ആണ് ഈ വാച്ചിൻ്റെ ഓരോ എലമെൻസും ആ ഒരു കൊളാബറേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പറയുമ്പോൾ ഇതൊരു ക്ലാസിക് GA2100ൻ്റെ സ്ട്രക്ചറും ഷേപ്പും മൊഡ്യൂളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു കൊളാബറേഷനിൽ വന്നിട്ട് ഈ വാച്ചിന് നല്ലൊരു എന്താ പറയുക, ലുക്ക് ആൻഡ് ഫീൽ ഹൈലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ദിസ് ബയോ റെസിൻ്റെ ഫീൽ എന്ന് പറയുന്നത് സോഫ്റ്റാണ്. പക്ഷേ ടു ബി ഓണസ്റ്റ് ഒരു ചെറിയൊരു ചീപ്പ് മെറ്റീരിയൽ ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അത് കാര്യമാകുന്നില്ല. കാരണം മറ്റുള്ള ജനറൽ GA2100ൻ്റെ പ്രൈസിനേക്കാൾ ഓൾമോസ്റ്റ് ഡബിളാണ് ഈ ഒരു കൊളാബറേഷൻ മോഡലിൻ്റെ പ്രൈസ്. അതർ ദാൻ ദാറ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ വാച്ചിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് GA2100 കാസിയോക്കിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. അതായത് ഇപ്പം എന്താ പറയുക, 45.4 mm ആണ് ഇതിൻ്റെ ഡയൽ സൈസ് എന്ന് പറയുന്നത്. 51 grams ആണ്, 51 grams ആണ് ഇതിൻ്റെ വെയ്റ്റ്. സോ ഇറ്റ്സ് പ്രെറ്റി ലൈറ്റ് വെയ്റ്റ്. കാർബൺ ബയോ ബേസ്ഡ് റെസിൻ എന്നാണ് കാസിയോ ഇതിൻ്റെ ബെസലിൻ്റെയും സ്ട്രാപ്പിൻ്റെയും മെറ്റീരിയലിനെ വിശേഷിപ്പിക്കുന്നത്. പ്ലസ് കാർബൺ കോർ ഗാർഡ് ഫീച്ചർ, ആ ഒരു കൺസ്ട്രക്ഷനാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് പുതിയ ന്യൂ ആയിട്ട് വരുന്ന എല്ലാ കാസിയോക്കിനും അതുപോലെ മറ്റുള്ള കുറച്ച് 85സിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. അതായത് ഷോക്ക് റെസിസ്റ്റൻറ്റ് പ്ലസ് 200 meter വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഒരു ജി ഷോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഫീച്ചർ. ഡബിൾ LED ലൈറ്റ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഡബിൾ LED ലൈറ്റാണ് ഇതിൽ വരുന്നത്. പ്ലസ് സൂപ്പർ ഇലുമിനേറ്റർ ഉണ്ട്. കൂടാതെ 31 ടൈം സോൺസ് വെച്ചിട്ട് ഒരു 48 cities ടൈം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഡേ ലൈറ്റ് സേവിങ് ഉണ്ട്, അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. കൗണ്ട് ഡൗൺ ടൈമർ, 5 അലാംസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ അവർലി ചൈമിനുള്ള സിഗ്നൽ, ഓരോ അവറിലും നമുക്ക് ചൈം കൊടുക്കാനുള്ള ഫീച്ചർ ഉണ്ട്. ഇത്രയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിതൊന്ന് ഇട്ട് നോക്കാം വാച്ചിൽ എങ്ങനെയുണ്ടാകും, കയ്യിൽ എങ്ങനെയുണ്ടാകുന്നത്. അപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇട്ടിരിക്കുന്ന വാച്ച് നമ്മുടെ DW291H ആണ്. ഇതെനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടൊരു വാച്ചാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഉടൻ തന്നെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ചെയ്യാനുള്ളൊരു താല്പര്യം എനിക്കുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. നമുക്ക് നമ്മൾ ഈ കൊക്കോകോള വാച്ച് ഒന്ന് ട്രൈ ചെയ്യാം. നൈസ്. ഈ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡിൽസിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ലൂമുണ്ട്. സൂപ്പർ ഒരു
നൈറ്റിൽ ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട്, നൈറ്റിൽ ലൈറ്റ് കിട്ടാനായിട്ടുള്ള ആ ഒരു ഗ്ലോ കിട്ടാനായിട്ടുള്ള ലൂംസ് ഉണ്ട്. ഓവറോൾ ഇത് വളരെ പെർഫെക്റ്റായിട്ട് കയ്യിൽ ഫിറ്റാവും. സെയിം ലൈക്ക് അതർ GA2100 Casio OX. So it's an amazing watch, amazing collection. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കൊളാബറേഷനാണ്. നിങ്ങൾക്ക് ഒരു കയ്യിലൊരു കൊക്കോക്കോളയും ഈ വാച്ചും കെട്ടി നടക്കുന്നു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല സാറേ എന്ന് പറയുന്നൊരു ഫീലിംഗ് ആയിരിക്കും. അഗെയിൻ ഞാൻ ഒരു സോഫ്റ്റ് ഡ്രിങ്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ആസ് എ 90s കിഡ് ഇതൊക്കെ നമുക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സാധനമാണ്, ഈ ഒരു ബോട്ടലിൻ്റെ ഷേപ്പും. സോ അങ്ങനെ വരുമ്പം ഈ വാച്ച് എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു അഡീഷനാണ് നമ്മുടെ കളക്ഷനിലേക്ക്. ആൻഡ് പ്ലസ് ഇത്രയും എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്കൊരു കാസിയോ വെൻഡിങ് മെഷീൻ, കൊക്കോകോള വെൻഡിങ് മെഷീൻ ആൻഡ് കൊക്കോകോളയും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ദ പിക്ചർ ഈസ് കംപ്ലീറ്റ്. ഒരു വാച്ച് ലവറിന് ഇതിനേക്കാൾ എന്ത് വേണം അല്ലേ? എസ്പെഷ്യലി നിങ്ങളൊരു G-Shock ലവറാണെങ്കിൽ കൂടെ അമേസിങ്. താങ്ക് യു കാസിയോ ഇങ്ങനെ ഒരു കൊളാബറേഷൻ ചെയ്യുന്നതിനും. താങ്ക് യു കൊക്കോകോള 140th ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ കാസിയോയുടെ കൂടെ പുറത്തിറങ്ങിയതിൽ. സോ റീസെൻ്റ് 2026 വന്നിട്ടുള്ള ഏറ്റവും അമേസിങ്, ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും അമേസിങ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ തന്നെയാണ് ഇതെന്ന് പറയാം. ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സിനെ അത്ര പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ കൊക്കോകോള, പെപ്സി ഇതൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ നമ്മളുമായിട്ട് ഭയങ്കര കണക്ഷനുള്ള എയറേറ്റഡ് ഡ്രിങ്ക്സാണ്. അതുകൊണ്ട് തന്നെ ഒരു നൊസ്റ്റാൾജിക് കണക്ഷൻ നമുക്ക് എപ്പോഴും ഈ ബോട്ടിൽസിനോട് ഉണ്ടാവും. എനിക്ക് ഈ ബോട്ടിലിൻ്റെ ഷേപ്പ്, ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്ലാസിക് ഷേപ്പ് വളരെ ഇഷ്ടമാണ്. സോ ഇത് കുടിച്ചില്ലെങ്കിലും ഞാൻ ഈ ബോട്ടിൽ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. സോ ഈ കൊളാബറേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അൺബോക്സിംഗ് ഓഫ് GA2100 CC 3A കൊക്കോകോള കാസിയോ കൊളാബറേഷൻ. ഇതുപോലുള്ള കൂളസ്റ്റ് അമേസിങ് വാച്ചസ് ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോസുമായിട്ട് ഞാൻ ഈ വരുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ 291H DW291H ഇതൊരു അമേസിങ് വാച്ചാണ്. ഇതൊരു G-Shock അല്ല, പക്ഷേ എന്നാൽ പോലും G-Shockനെക്കാളും ഒട്ടും കുറവല്ലാത്ത ഒരു കാസിയോ മോഡലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂസ് ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ യു ടേക്ക് കെയർ ആൻഡ് കീപ് ടിക്കിങ്.